അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സംബടി കേം ഹായ് വന്നു ചാർലി എൻ്റെ മുഖം കണ്ടിട്ട് നോക്കുക. എൻ്റെ മുഖത്ത് എന്താ ഉള്ളതെന്ന് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ റീൽ ഓൾറെഡി കണ്ടിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റും എന്താ ഉള്ളതെന്ന്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ലിക്കറൈസ് പൗഡർ ഫേസ് പാക്ക്. ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് പറയാം. ലിക്കറൈസ് എന്ന് വെച്ചാൽ ഇരട്ടി മധുരം എന്ന് പറയും. നമ്മുടെ നാടൻ എന്താ പറയുക, തറിമരുന്നുകൾ ഷാപ്പിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണിത്. ഇതിനെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അങ്ങാടി ഷാപ്പുകളിലൊക്കെ പോയാൽ കിട്ടും. പിന്നെ ഔഷധ തറിമരുന്ന് സ്ഥലങ്ങളിലും കടകളിലൊക്കെ. ഇത് എന്താ വെച്ചാൽ ഇരട്ടി മധുരം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു മരത്തിൻ്റെ വേരാണ്. ഇത് നമുക്ക് ഈ വേര് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ തന്നെ നല്ല മധുരം വരും, ഇതെല്ലാം പോകും. അപ്പോൾ കുരുക്കളുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം കേട്ടോ. കുരു ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസൊക്കെ ഇത് ഒരൊറ്റ സ്പോട്ടിൽ തന്നെ സ്പോട്ട് കറക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ സാധനം നമ്മളെ ഫേസിൽ എന്താ പറയുക, ജസ്റ്റ് സ്പോട്ടിൽ മാത്രം തേച്ച് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടല്ല, എവിടെയാണോ കുരു ഉള്ളത് അവിടെ നല്ല രീതിയിൽ അത് മാറും. ഓയിലി സ്കിന്നർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് വൂണ്ടൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ്. ഇതൊരു മരുന്നാണ് ആക്ച്വലി, അതുകൊണ്ട് ഇറ്റ് വർക്ക്സ്. ഇത് നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും. ഇതിൻ്റെ റൂട്ട് അടിപൊളിയാണ്. ഇത് നല്ലൊരു സൂത്തിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇനി ഞാനിത് കഴുകി വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, ഞാനത് കഴുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സമ്മർ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഫുൾ വെയിലത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു വരുമ്പോഴാണ്. ഹോം റെമഡീസ് ശരിക്കും ഫലിക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഓൺ പോയിൻ്റ് ആണ്. ഞാനിപ്പോൾ സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിലും അതുപോലെ തന്നെ സീറംസ് ആണെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിലും അതുപോലെ തന്നെ സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ എൻ്റെ സ്കിന്നിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്കിന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ഗ്ലോ ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് മൈ സ്കിൻ കെയർ ഈസ് ഓൺ പോയിൻറ്റ്. എൻ്റെ ഫുഡ് കറക്റ്റായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉറക്കം കറക്റ്റായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമൊക്കെ കറക്റ്റായത് നല്ല രീതിയിൽ എൻ്റെ ഫേസ് കാണാനുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുമായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ അത്ര ടയർഡാവുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞു സ്പൂണിനകത്ത് കുറച്ച് പശുവിൻ്റെ നെയ്യ് ഞാൻ കുടിക്കുന്നുണ്ട്. നല്ല നെയ്യാണ്, ശുദ്ധമായ പശുവിൻ നെയ്യ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് കുടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് മാത്രമല്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഡൈജഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു നല്ലൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു രീതിയാട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത ശേഷം വെറും വയറ്റിൽ ഒരു ചെറിയൊരു സ്പൂണിൽ കുറച്ച് നെയ്യ്, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. സ്കിൻ കെയറിലും ഇങ്ങനത്തെ ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പുറത്ത് കാണും. ഞാനിപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ പപ്പായയില്ലേ, അത് അധികം ഉണ്ടാവും. ഒരു വലിയ മരമുണ്ട് പപ്പായയുടെ. അപ്പോൾ അതിലിടയ്ക്കിടയ്ക്ക് പഴുത്ത് വരും പപ്പായ. അപ്പോൾ ഞാനിങ്ങനെ പാവം ചോറും മുറിച്ച് കണ്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അത് കാണാനുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. കാരണം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കും. ഐ ആം റിയലി സോറി. അതൊരു ഐ ആം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഉള്ളിലോട്ട് അബ്സോർബ് ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ക്രീം ഇമോലിൻ്റെതാണ്. ഇമോലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇമോലിൻ പറ്റുന്ന കേട്ടോ. ട്യൂബ്സിൽ വരുന്ന ഓയിൻമെൻറ്റ് പോലെയുള്ള ട്യൂബ്സിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞെക്കുമ്പോൾ ഇവിടെ ഞെക്കിയിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ട്യൂബിന് ചിലപ്പോൾ ലീക്കേജസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും അടിയിൽ ജസ്റ്റ് ഒരു ചെറിയ പ്രസ്, ഏറ്റവും അടിയിൽ ചെറിയൊരു പ്രസ് കൊടുക്കുമ്പോൾ കണ്ട മോളിൽ നിന്ന് അത് വരും. ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ സ്പോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് അത് അങ്ങോട്ട് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിനാണ്. പിന്നെ ആളുകൾ ചോദിക്കാറുണ്ട്, താടിയുടെ ഉള്ളിലൊക്കെ മോയ്സ്ചറൈസിങ് ആയാൽ കുഴപ്പമുണ്ടോ, സൺസ്ക്രീൻ ആയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അവിടെയൊക്കെ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസിങ് ക്രീം ആയാലും ഒന്നും നമ്മുടെ താടി നരച്ചു പോകുമോ, അങ്ങൊന്നും ചെയ്യില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസറും സേഫാണ്, നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് മെല്ലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. സർക്കുലർ മോഷനിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്.
കണ്ടില്ല, ഇത് ഒരു ഹ്യൂമക്റ്റൻസ് അധികമുണ്ട് ഈ പ്രോഡക്റ്റിനകത്ത്. ഹ്യൂമക്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനെ, ഈർപ്പത്തെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിലുണ്ട്, ധാരാളമുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഹ്യൂമക്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഒരു ഹൈഡ്രേഷനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ ആണെങ്കിലും അതുപോലെ തന്നെ സൺസ്ക്രീൻ ആണെങ്കിലും സീറംസ് ആണെങ്കിലും ഒക്കെ ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ നമ്മൾ മുഖത്തിടുന്ന പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും, നമുക്കത് മനസ്സിലാവും. നമ്മുടെ മുഖം സ്കിൻ കെയർ പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത് നല്ല ഡിഫറെൻ്റായിട്ട് വരും, അടിപൊളിയായിട്ട് തിളങ്ങി വരും. ആ സമയത്ത് കഴുത്ത് മാത്രം ഒരു ഡള്ളായിരിക്കുകയോ കറുത്തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ക്രീംസ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, കണ്ടില്ല. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങും, ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആകുമ്പോൾ ആ സ്കിന്നിൻ്റെ തിളക്കം ഒന്നുകൂടെ ഒന്ന് കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ വരുന്ന ഈ ഒരു ടാൻ റിമൂവൽ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് പരിപാടി. ആൻഡ് ഇനി നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിക്കറൈസ് ഒരു സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഏജൻ്റാണ്. UV റേസിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ് ലിക്കറൈസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൺസ്ക്രീൻ ഇല്ലാതെ വേണമെങ്കിൽ പുറത്തൊക്കെ പോവാം. പക്ഷേ സ്റ്റിൽ നമ്മളധികം റിസ്ക് എടുക്കേണ്ട, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൺസ്ക്രീൻ. ദിസ് വൺ ഓഫ് ദ നൈസ് സൺസ്ക്രീൻ. ഇത് തീരാറായി, അപ്പോൾ ഞാനിത് ചിലപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് വർക്ക്സ് ഗുഡ് ഓൺ മൈ സ്കിൻ. ഓക്കെ, ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ല, ഇത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്, കണ്ടില്ലേ? ചെറിയൊരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ അത് ഉള്ളിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട്. ഇത് ഇൻവിസിബിൾ ജെൽ സൺസ്ക്രീൻ ആണ്, വിഷ് കെയറിൻ്റെ. ഇതൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന 1% ഹൈലറോണിക് ആസിഡ്സ് ഉള്ള സെറമൈഡും നിയാസനമൈഡും ഉള്ള ഒരു സൺസ്ക്രീനാണ്. ടു മച്ച് ഇൻഗ്രീഡിയൻസ്, ടു മച്ച് ഗൂഡീസ് ഇൻ എ സിംഗിൾ ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വൺ ഓഫ് ദ നൈസ് പ്രോഡക്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി തോന്നുന്നുണ്ട്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.